കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രസീലിലുള്ള ഓസി ഹൗസാണ് വിശകലനം ചെയ്തത്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെൽജിയത്തുള്ള പിബോ ഹൗസാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും മിയാല ഡ്രീം ഹോംസിലേക്ക് സ്വാഗതം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലാണ്. ഇത് പണി തീർത്തത് 2015. ഇതിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 175 ചതുരശ്ര മീറ്ററാണ്. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ വാസ്തുകല ചെയ്തിരിക്കുന്നത് ഓയോ എന്ന സ്ഥാപനമാണ്. കക്ഷിയും വാസ്തുശില്പിയും തമ്മിലുള്ള അടുത്ത സഹകരണത്തിൻ്റെ ഫലമാണ് ഓയോ രൂപകൽപ്പന ചെയ്ത ഈ കുടുംബ വീട്. നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന ആളിന് പരമാധികാരം നൽകിയത് തുടക്കം മുതൽ പാരിസ്ഥിതികവും ഒതുക്കവുമുള്ളതുമായ ഒരു കെട്ടിടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത തുറന്നു. ബെൽജിയത്തെ മറ്റ് അണുകുടുംബ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി കിടപ്പുമുറിക്ക് മുകളിൽ ഇരിപ്പറ സ്ഥാപിക്കുക എന്ന ആശയത്തോടു കൂടിയാണ് ഓയോ ആരംഭിച്ചത്. ഭിന്നതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീട്ടിൽ എല്ലായിടങ്ങളിലും പ്രകൃതിദത്തമായ പ്രകാശം ലഭിക്കുന്നതിനും ഇടങ്ങൾ തമ്മിൽ അന്യോന്യം ബന്ധം സ്ഥാപിക്കേണ്ടതിനും പ്രാധാന്യം നൽകിയിരുന്നു. മണ്ണിന്റെ തുടർച്ചയായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തുടർച്ചയായി ഉയർത്തിയ ഒരു പച്ച മേൽക്കൂര സൃഷ്ടിക്കുന്നു. പച്ച പ്രതലത്തിൽ സൃഷ്ടിച്ച 2 മാത്രകൾ ഉയർന്നു വന്നതുപോലെ. ഈ 2 മാത്രകളിൽ ഒന്ന് പ്രവേശന കവാടത്തെ നിർവചിക്കുന്നു, മറ്റൊന്ന് ഭക്ഷണമുറിയിലേക്ക് വെളിച്ചം വീശുന്നു. ജനാലകളുടെ സ്ഥാനം പ്രകാശ അവസ്ഥകളെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശ്രദ്ധാപൂർവ്വം സ്ഥാപിച്ചതിനാൽ നിവാസികൾ തെരുവിലേക്കുള്ള സ്വകാര്യത നിലനിർത്തുന്നു. മരം, ഊഷ്മളമായ വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം സ്കാൻഡിനേവിയൻ പോലുള്ള അന്തരീക്ഷം അകത്ത് സൃഷ്ടിക്കാൻ പ്രചോദനാത്മകമായ തീരുമാനമായിരുന്നു. പ്രകാശത്തിൻ്റെയും കല്ല്, മരം, വെളുത്ത പ്രതലങ്ങൾ എന്നിവ പോലുള്ള സ്ഥൂല വസ്തുക്കളുടെയും ഉപയോഗത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന നിർവചന ഘടകങ്ങൾ. മരത്തടി കൊണ്ടുണ്ടാക്കിയ ഭാരം കുറഞ്ഞ ചട്ടക്കൂട് വഹിക്കാൻ കോൺക്രീറ്റ് അടിവാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഖപ്പിന്റെ ഒരു മൂലകമായി പ്രവർത്തിക്കുന്ന ഒരു റബ്ബർ പുരമേച്ചിൽ പാളി കൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്ന് ഉൾഭാഗം സംരക്ഷിക്കുന്നതിനായി വീടിന് ചുറ്റും പൊതിഞ്ഞു. ദിവസം കഴിയുന്തോറും ഋതുക്കൾ മാറുകയും കാലാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് മൂലം റബ്ബറിൽ രൂപമാറ്റം വരുവാൻ ഈ പാരമ്പര്യേതര സാങ്കേതികത അനുവദിക്കുന്നു. കാലങ്ങളിലൂടെ വ്യത്യസ്ത സസ്യങ്ങൾ മുകളിൽ പൂവിടുന്നു. വീടിന്റെ മേൽക്കൂര യാഥാർത്ഥ്യത്തിൽ ഭൂനിരപ്പിൽ തുടരുന്നതിനാൽ പച്ച നിറത്തിലുള്ള ഒരു മേൽക്കൂര ആവിഷ്കരിക്കപ്പെടുന്നു. അതിനാൽ മുഖപ്പും മേൽക്കൂരയും കാലാവസ്ഥ അനുസരിച്ച് എല്ലായ്പ്പോഴും നിറത്തിൽ വ്യത്യാസപ്പെടുന്നു. വീടിനടുത്തെത്തുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാത്തത് പ്രവേശന കവാടത്തിൽ നിന്നും ഭക്ഷണമുറിയിൽ നിന്നുമുള്ള ഭാഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ്ജ ഫലകങ്ങളാണ്.
ഇവയെല്ലാം തെക്ക് അഭിമുഖമാണ്. ഇത് താമസക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങളെ തുണയ്ക്കുകയും കക്ഷികൾക്ക് അവരുടെ പുതിയ വീടിനെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ തുടക്കം മുതൽ ഉണ്ടായിരിക്കുന്ന സുസ്ഥിര അഭിലാഷത്തെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വളരെ വ്യത്യസ്തവും പുതുമയുള്ളതുമായ ഒരു രൂപകൽപ്പനയാണ്. ഇനി വീണ്ടും അടുത്തൊരു പുതിയ സൃഷ്ടിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.